ഓം ശാന്തി. അവ്യക്ത മഹാവാക്യം. റിവൈസ് ഡേറ്റ് 6/12/1987. മുരളി ഡേറ്റ് 4/4/2021. മഹാവാക്യത്തിൻ്റെ ടോപ്പിക്കാണ് സിദ്ധി കാ ആധാർ ശ്രേഷ്ഠ വൃത്തി. സിദ്ധിയുടെ ആധാരമാണ് ശ്രേഷ്ഠ വൃത്തി അഥവാ ചിന്താഗതി. ആജ് ബാബ് ദാദാ अपने चारों ओर के होली हंसों की सभा को देख रहे हैं. ഇന്ന് ബാബ്ദാദ തൻ്റെ 4 ദിക്കുകളിലുള്ള ഹോലി ഹംസങ്ങളുടെ സഭ അഥവാ സദസ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരേ കോലി ഹംസ് अपनी ശ്രേഷ്ഠ സ്ഥിതി के आसन पर विराजमान है. ഓരോ ഹോലി ഹംസങ്ങളും തൻ്റെ ശ്രേഷ്ഠ സ്ഥിതിയുടെ ആസനത്തിൽ വിരാജമാനനായിരിക്കുന്നു. സബി ആസൻദാരി ഹോലി ഹംസോं की സഭ സാരേ കൽപ്പമേ അലൗകിക് ഔർ ന്യാരി ഹെ. എല്ലാ ആസനസ്ഥരായിരിക്കുന്ന അഥവാ ആസനധാരികളായ ഹോലി ഹംസങ്ങളുടെ ഈ സദസ്സ് മുഴുവൻ കൽപ്പത്തിലും അലൗകികവും വേറിട്ടതുമാണ്. हरे कोली हंस अपनी विशेषताओं से अति सुंदर सजा हुआ है. ഓരോ ഹോലി ഹംസങ്ങളും അവരുടേതായ വിശേഷതകളാൽ വളരെയധികം സുന്ദരമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. വിശേഷതായി ശ്രേഷ്ഠ ശൃംഗാർ ഹെ. ബാബ്ദാദ പറയുകയാണ്, ഓരോരുത്തരിലുള്ള അവരവരുടേതായ വിശേഷതകൾ, അതാണ് അവരുടെ अलंकारम. सजे सजाए होली हंस कितने प्यारे लगते हैं. വളരെയധികം അലങ്കരിക്കപ്പെട്ട ഹോലി ഹംസങ്ങൾ എത്രമാത്രം പ്രിയമുള്ളവരായിരിക്കുന്നു. ബാബ്ദാദ हरेक की विशेषताओं को श्रृंगार दे कर्षित होते हैं. ബാബ്ദാദ ഓരോ ഹോലി ഹംസങ്ങളുടെ വിശേഷതകളുടെ അലങ്കാരത്തെ കണ്ട് സന്തുഷ്ടനായിരിക്കുന്നു. ശൃംഗാരേ ഹുയെ സബീ ഹെ. ബാബ്ദാദ പറയണ എല്ലാ ഹോലി ഹംസങ്ങളും അലങ്കരിച്ചിരിക്കുകയാണ്. ക്യോंकि बापदादा ने ब्राह्मण जन्म देते ही बचपन से ही विशेष आत्मा भव का वरदान दिया. കാരണം ബാബ്ദാദ ബ്രാഹ്മണ ജന്മം എടുത്തപ്പോൾ തന്നെ ആ ബാല്യകാലത്തിൽ തന്നെ വിശേഷാത്മാവായി ഭവിക്കൂ എന്ന വരദാനം നൽകി. നമ്പർ വാർ ഹോത്തെ ബി ലാസ്റ്റ് നമ്പർ ബി വിശേഷാത്മാ ഹെ. ബാബ്ദാദ പറയുന്നു, ക്രമസംഖ്യ പ്രകാരമാണെങ്കിൽ പോലും അവസാന നമ്പറിലുള്ള ആത്മാവും വിശേഷ ആത്മാവ് തന്നെയാണ്. ബ്രാഹ്മൺ ജീവൻ മേ ആന അർത്ഥാത് വിശേഷ ആത്മാ മേ ആഹി ഗൈ. ബ്രാഹ്മണ ജീവിതത്തിലേക്ക് വരിക എന്നതിൻ്റെ അർത്ഥം തന്നെ വിശേഷ ആത്മാക്കളിൽ എത്തിപ്പെടുക എന്ന്. ബ്രാഹ്മൺ പരിവാർ മേ ചാഹേ ലാസ്റ്റ് നമ്പർ ഹോ. ബ്രാഹ്മണ പരിവാരത്തിലെ ലാസ്റ്റ് നമ്പറിലുള്ളവരായിരിക്കാം. ലേക്കിൻ വിശ്വക്ക് അനേക ആത്മാക്ക് അന്തർ മേ. എന്നാൽ വിശ്വത്തിലുള്ള അനേക ആത്മാക്കളുമായി കമ്പയർ ചെയ്യുമ്പോൾ വോ ബി വിശേഷ ഗായേ ജാത്തേ. ആ അവസാന നമ്പറിലെത്തിയ ബ്രാഹ്മണ ആത്മാവ് പോലും ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ വിശേഷ ആത്മാവാണ്. ഇസ്ലിയേ കോട്ടോ മേ കോയി കോയി മേ ബി കോയി ഗായാ ഹുവ. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിൽ കോടിയിൽ ചിലർ, ആ ചിലരിലും ചിലർ എന്ന ഗായനമുണ്ട്. തോ ബ്രാഹ്മണോ കി സഭ അർത്ഥാത് വിശേഷാത്മാ കി സഭ. അതുകൊണ്ട് ബ്രാഹ്മണരുടെ സഭ എന്ന് വെച്ചാൽ അർത്ഥം വിശേഷ ആത്മാക്കളുടെ സദസ്സ്. ആജ് ബാബ് ദാദാ ദേഖ് രഹേ थे कि विशेषताओं का श्रृंगार बाबा ने तो सभी को समान एक जैसा ही कराया है, लेकिन कोई उस श्रृंगार को धारणा कर समय प्रमाण कार्य में लगाते हैं और कोई या तो धारणा नहीं कर सकते या कोई समय प्रमाण कार्य में नहीं लगा सकते. ഇന്ന് വിശേഷമായും ബാബ്ദാദ പരിശോധിച്ചു കൊണ്ടിരുന്നു. അതായത് വിശേഷതകളെ കൊണ്ട് അലങ്കരിച്ച്
ബാബ്ദാദ എല്ലാ കുട്ടികളെയും ഒരുപോലെ തന്നെ, എല്ലാവർക്കും ഒരേ സമാനം തന്നെ എല്ലാവരെയും അലങ്കരിച്ചു. ലേക്കിൻ എന്നിരുന്നാലും ചില കുട്ടികൾ ആ അലങ്കാരത്തെ ജീവിതത്തിൽ ധാരണ ചെയ്യുകയും സമയാനുസാരം കർമ്മത്തിൽ പ്രയോഗിക്കുകയും ചെയ്തു. പക്ഷേ ചിലർക്ക് ധാരണ ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ ചിലർക്ക് അതിനെ സമയത്തിൽ കാര്യത്തിൽ പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല. ജैसे आजकल की റോയൽ ഫാമിലി വാലെ, ഇതുപോലെ വർത്തമാന കാലഘട്ടത്തിൽ റോയൽ കുടുംബത്തിൽപ്പെട്ടവർ समय प्रमाण श्रृंगार करते हैं तो कितना अच्छा लगता. സമയമനുസരിച്ച് അവർ സ്വയം തന്നെ അലങ്കരിക്കുമ്പോൾ എത്ര നല്ലതായി അനുഭവപ്പെടുന്നു. ജൈസാ സമയ വൈസാ ശൃംഗാർ, സമയം ഏതുപോലെ അതിനനുസരിച്ചുള്ള അലങ്കാരമായിരിക്കണം. ഇസ്കോ കഹാ ജാത്ത നോളജ്ഫുൾ, അതിനെയാണ് പറയുന്നത് നോളജ്ഫുൾ. ആജ്കൽ ശൃംഗാർ കെ അലഗ് അലഗ് സെറ്റ് രഖ്തേ ഹേ ന. ഇന്നത്തെ വർത്തമാന ജീവിതത്തിൽ അലങ്കാര സെറ്റുകൾ ധാരാളമില്ലേ. तो बाप दादा ने अनेक विशेषताओं के, अनेक श्रेष्ठ गुणों के कितने वैरायटी സെറ്റ് दिए. ഇപ്പോൾ ബാപ്ദാദയും കൂടി അനേക വിശേഷതകളുടെ, അനേക ശ്രേഷ്ഠ ഗുണങ്ങളുടെ എത്ര വെറൈറ്റി സെറ്റാണ് നൽകിയത്. ചാഹേ കിത്തനാ ഭി അമൂല്യ ശൃംഗാർ ഹോ, എത്ര തന്നെ അമൂല്യമായ അലങ്കാരമായിരിക്കാം. ലേക്കിൻ സമയപ്രമാൺ അഗർ നഹി ഹോ തോ ക്യാ ലഗേഗാ, പക്ഷെ അത് സമയത്തിനനുസരിച്ച് ചെയ്തില്ല എങ്കിൽ എന്താണ് തോന്നുക. ऐसे विशेषताओं के, गुणों के, शक्तियों के, ज्ञान रत्नों के अनेक श्रृंगार बाबा ने सभी को दिए. അതുപോലെ വിശേഷതകളുടെയും ഗുണങ്ങളുടെയും ശക്തികളുടെയും ജ്ഞാനരത്നങ്ങളുടെയും അലങ്കാരത്തെ ബാബ എല്ലാ മക്കൾക്കും നൽകി. ലേക്കിൻ സമയ पर कार्य में लगाने में नंबर 1 जाते. പക്ഷെ അതിനെ സമയത്തിൽ അലങ്കരിക്കുന്നതിലാണ്, പ്രയോഗിക്കുന്നതിൽ മക്കൾ നമ്പർ വാറായി പോകുന്നു. भले ये सब श्रृंगार है भी, लेकिन हर एक विशेषता व गुण का महत्व समय पर होता. ബാബ്ദാദ പറയണ ശരി തന്നെ, എല്ലാ അലങ്കാരങ്ങളും നിങ്ങളിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഓരോ സമയത്തിനനുസരിച്ച് വിശേഷതയ്ക്കും അഥവാ ഗുണത്തിനും അതിൻ്റെതായ മഹത്വമുണ്ട്. ഹോത്തെ ഹുയേ ബി സമയ पर कार्य में नहीं लगाते तो, എല്ലാം ഉണ്ടായിട്ടും കഴിവുകളുണ്ട്, ഗുണമുണ്ട്, ശക്തിയുണ്ട്, ജ്ഞാനരത്നങ്ങളുണ്ട്, പക്ഷേ സമയത്തിൽ അതിനെ ഉപയോഗിക്കാൻ അറിയുന്നില്ല എങ്കിൽ അമൂല്യ ഹോത്തേ ഹുയേ ബി ഉസ്ക അമൂല്യ നഹി ഹോത്ത, എത്ര അമൂല്യമായതാണെങ്കിലും അതിന് മൂല്യമില്ലാതാകും. जिस समय जो विशेषता धारण करने का कार्य है उसी विशेषता का ही मूल्य है. ഏത് സമയത്ത് ഏത് കഴിവുകളെയാണോ ഞാൻ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ടത്, ആ സമയത്ത് ആ കഴിവിനെ, അത് വിശേഷതയെ കാര്യത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് അതിന് മൂല്യമുണ്ടാവുക. जैसे हंस कंकड़ और रत्न दोनों को परख अलग अलग कर धारण करता. ഏതുപോലെ അരയൻ കല്ലും അതുപോലെ മുത്തുകൾ വെച്ചിട്ടുണ്ടെങ്കിലും അതിനെ വേർതിരിച്ച് പെറുക്കിയെടുക്കുന്നു. കങ്കഡ് കോ ചോട് ദേത്താ ഹെ, ഏതാണോ കല്ല് അഥവാ അഴുക്ക് അതിനെ മാറ്റി വയ്ക്കും. ബാക്കി രത്ന മോത്തി ധാരൺ കർത്ത, ബാക്കി എന്താണ് അതിൽ മുത്തുരത്നങ്ങളുള്ളത് അതിനെ പെറുക്കിയെടുക്കും. ഐസെ ഹോലി ഹംസ അർത്ഥാത്, ബാബ്ദാദ പറയുന്നു അതുപോലെ ഹോലി ഹംസങ്ങൾ എന്നതിൻ്റെ അർത്ഥമാണ് സമയപ്രമാൺ വിശേഷത വ ഗുൺ കോ പരക്കുക, സമയമനുസരിച്ച് വിശേഷതയെയും ഗുണത്തെയും വേർതിരിച്ചറിഞ്ഞ് വഹി സമയപ്പ യൂസ് കർ, അതിനനുസരിച്ച് സമയത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ അറിയണം. इसको कहते परखने की शक्ति, निर्णय करने की शक्ति वाला होली हंस. അതിനെയാണ് പറയുക വേർതിരിച്ചറിയാനുള്ള, നിർണയിക്കാനുള്ള ശക്തിയുള്ള ഹോലി ഹംസങ്ങൾ.
तो परखना और निर्णय करना यही दोनों शक्तियाँ नंबर आगे ले आती है. വേർതിരിച്ചറിയാനും നിർണയിക്കുവാനുള്ള ശക്തി, ഈ രണ്ട് ശക്തികളാണ് നമ്മെ നമ്പർ 1 ആക്കി മാറ്റുന്നത്. जब ये दोनों शक्तियाँ धारण हो जाती, എപ്പോഴാണ് ഈ രണ്ട് ശക്തികൾ നമ്മളിൽ ധാരണയാകുന്നത്? तब समय प्रमाण उसी विशेषता से कार्य ले सकते. അപ്പോൾ സമയമനുസരിച്ച് എന്താണോ വിശേഷത ഗുണം നമ്മൾ ധാരണ ചെയ്യേണ്ടത് അത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. तो हर एक होली हंस अपनी इन दोनों शक्तियों को चेक कर. ബാബ്ദാദ എല്ലാവരോടും പറയുകയാണ്, എല്ലാ ഹോലി ഹംസങ്ങളും തന്നിലെ ഈ രണ്ട് ശക്തികളെ പരിശോധിച്ചു നോക്കൂ. दोनों शक्तियाँ समय पर धोखा तो नहीं देता. ഈ രണ്ട് ശക്തികളും സമയത്തിൽ നമ്മെ ചതിക്കാറില്ലല്ലോ. समय बीत जाने के बाद अगर परख भी लिया, निर्णय कर भी लिया, लेकिन समय तो वो बीत गया ना. സമയം കഴിഞ്ഞതിന് ശേഷം ഒരു പക്ഷേ നിങ്ങളുടെ തിരിച്ചറിവ് അഥവാ നിങ്ങളുടെ തീരുമാനങ്ങൾ ശരിയായിരിക്കാം. പക്ഷേ ഏത് സമയത്താണോ തിരിച്ചറിയേണ്ടത്, നിർണയമെടുക്കേണ്ടിരുന്നത്, ആ സമയം കഴിഞ്ഞു പോയില്ലേ. जो नंबर 1 होली हमसे उनके दोनों शक्तियाँ सदा समय प्रमाण कार्य करती है. പക്ഷെ ആരാണോ നമ്പർ 1 ഹോലി ഹംസങ്ങൾ, അവരിൽ ഈ രണ്ട് ശക്തികളും സമയം അനുസരിച്ച് പ്രവർത്തിക്കും അഥവാ കാര്യത്തിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും. और समय पर वही हंस कार्य कर सकता जिसकी सदा बुद्धि होली है. അതിൻ്റെ ബാബ സീക്രട്ട് പറഞ്ഞു തരികയാണ്. സമയത്തിനനുസരിച്ച് ഏത് അരയന്നങ്ങൾക്കാണ് വിശേഷതയെയും ഗുണത്തെയും കാര്യത്തിൽ കൊണ്ടുവരാൻ പറ്റുക? ബാബ്ദാദ പറയുന്നു, ആരുടെ ബുദ്ധിയാണോ സദാ ഹോലി ആയിരിക്കുന്നത്, പവിത്രമായിരിക്കുന്നത്, അവർക്ക് മാത്രമേ ആ കഴിവ് ഉണ്ടായിരിക്കുകയുള്ളൂ. अच्छा, सर्व होली हमसों को सर्व विशाल बुद्धि श्रेष्ठ स्वच्छ बुद्धि धारण करने वाले बुद्धिवान बच्चों को സദാ ഹോലി ഹംസങ്ങളായ മക്കൾക്ക്, സർവവിശാല ബുദ്ധിയുള്ളവരും ശ്രേഷ്ഠ സ്വച്ഛ ബുദ്ധിയെ ധാരണ ചെയ്തിരിക്കുന്ന ബുദ്ധിവാനായ മക്കൾക്ക്, സർവശക്തിയോങ്കോ സർവവിശേഷത്താവോങ്കോ സർവശക്തികളെയും സർവ കഴിവുകളെയും സമയപ്രമാൺ കാര്യമേ ലാനെ വാലെ ജ്ഞാനീത്വ ആത്മാവോങ്കോ സമയത്തിൽ കാര്യത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരുന്ന ജ്ഞാനി ആത്മാക്കൾക്ക്, യോഗി ആത്മാക്കളായ മക്കൾക്ക് സദാ ബാബ് സമാൻ സമ്പन्न बनने के उमंग उत्साह में रहने वाले, സദാ ബാബയ്ക്ക് സമാനം സമ്പന്നരാകണം എന്ന ഉണർവ് ഉത്സാഹത്തിൽ കഴിയുന്ന സമ്പന്നരായ മക്കൾക്ക് ബാബ്ദാദാക്ക യാദ് പ്യാർ और നമസ്തേ. ബാബ്ദാദയുടെ സ്നേഹോർമ്മകളും നമസ്തേയും. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग नमस्ते नमस्ते नमस्ते. वरदानम, मालिकपन की स्मृति द्वारा हाईएस्ट अथॉरिटी का अनुभव करने वाले कंबाइन स्वरूपधारी भव. അധികാരത്വത്തിൻ്റെ സ്മൃതിയിലൂടെ ഉന്നത അധികാരത്തിൻ്റെ അനുഭവം ചെയ്യുന്ന कंबाइन स्वरूपधारियाई भविक्यू. विशदीकरण, पहले अपने शरीर और आत्मा को कंबाइन रूप को स्मृति में रखो. ആദ്യം സ്വശരീരത്തെയും ആത്മാവിനെയും कंबाइन രൂപത്തിൻ്റെ സ്മൃതിയിൽ കൊണ്ടുവരിക. ശരീർ രചന ഹേ ആത്മാ രചിതാ ഹേ. ഇവിടെ ശരീരം രചനയാണ്, ആത്മാ രചയിതാവാണ്. इससे മാലിക്പൻ സ്വതः സ്മൃതി മേ രഹേഗ. ഈ കമ്പൈൻ സ്മൃതി ഉണ്ടാകുമ്പോൾ, ആത്മാ ശരീരം കമ്പൈൻ രൂപമാണ് എന്ന സ്മൃതി ഉണ്ടാകുമ്പോൾ, അതിൽ ശരീരം രചനയും ആത്മാ രചയിതാവാണെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ, ഞാൻ ആത്മാ അധികാരിയാണ് എന്ന സ്മൃതി സ്വതവേ ഉണ്ടാകും.
मालिकपन की स्मृति से स्वयं को हाईएस्ट अथॉरिटी अनुभव करेंगे. ആ അധികാരത്വത്തിൻ്റെ സ്മൃതിയാണ് സ്വയം ഉന്നത അധികാരത്തിൻ്റെ അനുഭവം ഉണ്ടാക്കുക. ശരീർ കോ ചലാനെ വാലെ ഹോങ്കെ, ഈ ശരീരത്തെ നടത്തിപ്പിക്കുന്നവനായി മാറും. ദൂസറ ബാപ്പ് ഓർ ബച്ച ശിവശക്തി. രണ്ടാമത്തെ കമ്പൈൻ സ്വരൂപം ബാബ പിന്നീട് മക്കൾ, അതായത് ശിവശക്തിയർ. ഈ കമ്പൈൻ स्वरूप की स्मृति से माया के विघ्नों को अथॉरिटी से पार कर लेंगे. ഈ കമ്പൈൻ സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ വളരെ എളുപ്പത്തിൽ തന്നെ മായയുടെ വിഘ്നങ്ങളെ അധികാരത്തോടുകൂടി മറികടക്കാൻ കഴിയുന്നു. സ്ലോഗൻ. विस्तार को सेकेंड में समाकर ज्ञान के सार का अनुभव करो और कराओ. വിസ്താരത്തെ ഒരു സെക്കൻഡിൽ ഉൾക്കൊണ്ട് ജ്ഞാനത്തിൻ്റെ സാരം അനുഭവം ചെയ്യുക, ചെയ്യിപ്പിക്കുക. അച്ഛ. ഓം ശാന്തി.